അങ്ങനെ ഇരുന്നപ്പോൾ ഒരാഗ്രഹം ഒരു കുഴിമന്തി കഴിക്കാൻ. അനിയൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു വേഗം റെഡി ആയിട്ട് വാ പോയിട്ട് വരാമെന്ന്. അങ്ങനെ അവനെയും കൂട്ടി ഞങ്ങൾ ചിറയൻകീഴുള്ള കല്ലൂസ് ഫാസ്റ്റ് ഫുഡിലാട്ടോ കുഴിമന്തി മേടിക്കാൻ പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ പാഴ്സൽ മേടിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വരുവാണേ. ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങളെയും കാത്ത് അവിടെ ഒരാൾ നിൽപ്പുണ്ടേ, ഞങ്ങളുടെ അപ്പുക്കുട്ടൻ. അപ്പുക്കുട്ടനാണെങ്കിലോ കവർ കണ്ടപ്പോഴേ അവന് കാര്യം മനസ്സിലായി. അവൻ അവിടെ കിടന്ന് ബഹളം വെക്കാനായിട്ട് തുടങ്ങി. അപ്പോഴത്തേക്ക് ഞാൻ പോയിട്ട് സെർവ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നോക്കി പ്ലേറ്റ്സൊക്കെ എടുത്തുകൊണ്ട് വെച്ചു. എന്നിട്ട് കവറിൽ നിന്ന് ഓരോ ഡിഷസൊക്കെ പുറത്ത് വെച്ചു. അപ്പോൾ കുറേ ആയി കേട്ടോ കുഴിമന്തിയൊക്കെ കഴിച്ചിട്ട്. എപ്പോൾ പോയാലും ബിരിയാണിയാണ് കഴിക്കുന്നത്. അങ്ങനെ കുഴിമന്തിയൊക്കെ പാത്രത്തിലെടുത്ത് ഇടുവാണ്. അപ്പോൾ അപ്പുക്കുട്ടൻ അവിടെ ഇങ്ങനെ കിടന്ന് ഓടി കളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഓരോന്നായിട്ട് എടുത്ത് വെക്കുവാണ്. അങ്ങനെ കുറച്ച് ചോറ് ഞാൻ ആദ്യം എടുത്ത് വെച്ചു. പിന്നെ ആലോചിച്ച പ്രധാനപ്പെട്ട ഒരു സാധനം ഇട്ടാൽ മറന്നുപോയി. മെയിനായിട്ടുള്ള ഐറ്റം ചിക്കൻ ഇട്ടില്ല. അങ്ങനെ ചിക്കനൊക്കെ എടുത്തിടുവാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ചിക്കൻ അങ്ങനെ കഴിക്കുന്നത് അങ്ങനെ ഇഷ്ടമല്ല. എനിക്ക് ഈ വലിയ പീസ് കാണുമ്പോൾ എനിക്ക് എന്തോ പോലെ. അപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ആ സൈഡിലെടുത്ത് വെച്ചു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ മന്തി കഴിക്കുമ്പോൾ ഈ ടൊമാറ്റോയും ഈ മയണൈസൊക്കെ ഒഴിച്ചാണ് എനിക്ക് കഴിക്കുന്നത്. എനിക്കതാണ് ഇഷ്ടം. പീസ് എനിക്കത് കാണുമ്പോൾ എനിക്കറിയത്തില്ല, എനിക്കത് കഴിക്കാനേ തോന്നത്തില്ല. അങ്ങനെ ഭംഗിക്ക് വേണ്ടിയിട്ട് സൈഡിലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ടൊമാറ്റോയും മയണൈസും കൂടി കഴിച്ചപ്പോൾ നല്ല രുചിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.